നമസ്കാരം. ബദ്ലഹേം കുടുംബ യൂണിറ്റ്. സമാധാനം. കാരണം ഞാൻ ഇത്രയും നാളിലെ ബദ്ലഹേം കുടുംബശ്രീ യൂണിറ്റ് എന്നറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പോൾ എന്തോ കറക്റ്റായിട്ട് കിട്ടി. ഈ കുടുംബശ്രീ വന്നതിന് ശേഷമാണല്ലോ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളുടെ, പ്രത്യേകിച്ച് സ്ത്രീ നേതൃത്വത്തിലുള്ള കൂട്ടായ്മകൾക്കൊക്കെ ഒരു ബലം വന്നത്. അവരുടെ യാത്രകൾക്ക്, ചരിത്ര സ്ഥലങ്ങൾ തേടിയുള്ള യാത്രകൾക്ക്, പിന്നെ അങ്ങനെ പല രീതിയിൽ അത് പിന്നീട് അമ്പലങ്ങളും ആരാധനാലയങ്ങൾ, പള്ളികളടക്കം, പിന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അങ്ങനെ സ്ത്രീകളുടെ കൂട്ടായ്മകളൊക്കെ കൊണ്ടുവരുന്നത്. എന്തായാലും ഒരു കുടുംബ യൂണിറ്റ്, അത് സ്ത്രീ മാത്രമല്ല പുരുഷന്മാരുണ്ട്. പക്ഷേ അതിനകത്ത് ഇൻട്രാക്ഷനിലെ ഒരു മോഡേൺ ആയിട്ടുള്ള വ്യൂ ഒക്കെ വരുന്നത്, വാല്യൂസൊക്കെ വരുന്നത് കുടുംബശ്രീയുടെ കാഴ്ചയ്ക്ക് ശേഷമാണ്, അല്ലെങ്കിൽ അവരുടെ വരവിന് ശേഷമാണ്. അത് ബന്ധമുള്ള വിഷയമല്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ബദ്ലഹേം കുടുംബ യൂണിറ്റ് കണ്ടു. ബദ്ലഹേം കുടുംബ യൂണിറ്റ് ഗംഭീര അനുഭവട്ടാ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ആ സിനിമ കണ്ടിട്ട് എൻ്റെ ചിരി അവസാനിച്ചിട്ടില്ല. ആ ചിരിക്കൊപ്പം അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ, നല്ല രസമുള്ള നിമിഷങ്ങൾ, ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ പലരും 99% ആളുകളും കടന്നു വന്നിട്ടുള്ള ചില പ്രത്യേക നിമിഷങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം സാധാരണ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ച കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും, നമ്മളെ അതാക്കി മാറ്റും. ആണായാലും പെണ്ണായാലും, പിന്നെ പുതിയ കാലത്തിൻ്റെ വാല്യൂസ്, അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ. അങ്ങനെ അപ്പോൾ ചില ആളുകൾക്കും പെണ്ണുങ്ങൾ കള്ളുപിടിക്കുന്നതാണോ വാല്യൂസ്, അങ്ങനെയല്ല. പുതിയ മനുഷ്യൻ്റെ, ആധുനിക മനുഷ്യൻ എങ്ങനെ ആളുകളെ കാണണം, ഏതൊക്കെ രീതിയിലാണ് എന്നൊക്കെ ഉള്ളതുണ്ട്. മറ്റേതിന് ആണുങ്ങൾ കള്ളുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, മറ്റേത് അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഞാൻ ആമുഖമായിട്ട് പറയാം. എല്ലാവർക്കും, ഇനി അച്ചാച്ചനായിക്കോട്ടെ, അമ്മമ്മയായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, നമ്മളായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആളുകൾക്കും ഒന്നിച്ച് കൊണ്ടുപോയി കാണിക്കാൻ പറ്റിയതെന്നുള്ളതിനപ്പുറത്ത് എൻ്റർടൈനർ ആയിട്ട് നമ്മളെ കാണിച്ച് തിരിച്ചു വരാവുന്ന ഒരു ഗംഭീര അനുഭവം. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഞാൻ ചിരിച്ചിട്ടില്ല. അത്രമാത്രം ചിരിച്ചു എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. വിശദീകരിക്കുന്നില്ല. സിനിമയെക്കുറിച്ച് പ്രധാനപ്പെട്ട 1-2 തോന്നലുകൾ പങ്കുവെച്ചിട്ട് പോവാം. ഗിരീഷ് ഏടിയുടെ സിനിമയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് മുൻ സിനിമകൾ. ലാസ്റ്റ് പ്രേമലുവാണ് എല്ലാവരും എടുത്തു പറയാം. പ്രേമലുവിനേക്കാളും ഗംഭീരമായ ചില പോയിൻറ്റ്സ്, ചില വാല്യൂസൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാതെ കടന്നു വന്നിട്ടുണ്ട്. പ്രേമലുവിൽ ചില പ്രശ്നങ്ങളൊക്കെ പലരും പറയാറുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു സിനിമയാണ്. രസകരമായ നിലയിൽ അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഗിരീഷ് ഏടിയും കിരൺ കോശിയും കൂടിയിട്ടാണ് എൻ്റെ തിരക്കഥ ചെയ്തിരിക്കുന്നത്. അവരുടെ തിരക്കഥ എന്ന് പറയുന്നത് ഒരു വമ്പൻ സാധനമാണ്. ഒരു 2-3 സിനിമക്കുള്ള സാധ്യത അതിലുണ്ട്. അത് ഒരു പ്രായമുള്ള ഒരു എനർജി അതിനകത്ത് വരുന്നുണ്ട്. ഓരോ വ്യത്യാസത്തിലുള്ള, ഇനി അത് 90s ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, ഇനി ജെൻസി ആയിക്കോട്ടെ, പലതരത്തിലുള്ള പല തലത്തിലും വായിക്കാനും ആസ്വദിക്കാനും പറ്റിയൊരു സിനിമയായിട്ടാണ് വന്നത്. സിനിമ തുടങ്ങുന്നത് തന്നെ ഈ ടൈറ്റിൽ കാണിക്കുമ്പം, ഞാൻ സിനിമ മുഴുവൻ പറയാനൊന്നും പോകില്ല കേട്ടോ, ഒരു അനുഭവം പറയാനാണ്. അത് ഇന്നലെയാണ് ഞാൻ ഖലീഫ കണ്ടത്. ഖലീഫ കണ്ട് ഇന്നിപ്പോൾ ഇത് കാണുമ്പോൾ ഖലീഫയുടെ ക്ഷീണമൊക്കെ ഇതിൽ തീർന്നിട്ടുണ്ട്. അതിനപ്പുറത്ത് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പം സാധാരണ നമ്മൾ അവസാനം ഓടിച്ചാടി ചെല്ലും എന്ന ഒരു അനുഭവമാണ് കൂടുതലുണ്ട്. ഇന്ന് പക്ഷേ വളരെ നേരത്തെ എത്തി. മക്കളുടെ സ്കൂളിലെ ഓണാഘോഷത്തിനൊക്കെ അവരെ കൊണ്ടാക്കി ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. നേരത്തെ അവർക്ക് പോകണമായിരുന്നു. പിന്നെ വീണ്ടും തിരിച്ച് വർക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ സിനിമയ്ക്ക് പോയത്. അപ്പോൾ നേരത്തെ തന്നെ എത്തി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫ്ലൈറ്റിലിരുന്നിട്ടുള്ള ഓഡിയോ ആണ് കേൾക്കുക. ടൈറ്റിൽ കാണിക്കും, അപ്പം ബാക്കിൽ ഫ്ലൈറ്റിൽ നിന്ന് ഉള്ള സീറ്റ് ബെൽറ്റ് ഇടുന്നോ, സീറ്റ് ബെൽറ്റ് അയക്കുന്നൊക്കെ പറയില്ല, അങ്ങനെ എന്തല്ലോ അതിൻ്റെ ടെക്നിക്കൽ സാധനങ്ങൾ പറയുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഇന്നലെ ഖലീഫയിലും സെയിമാണ്, ഫ്ലൈറ്റിൽ നിന്നുള്ള ഇതേപോലെ ആണ്. അപ്പോൾ ഞാൻ ഒന്ന് നോക്കി, എനിക്ക് മാറിപ്പോയി എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഭാവന സ്റ്റുഡിയോ എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ സമാധാനം, ഇത് അത് തന്നെയാണെന്ന് വിചാരിച്ചു. അത് സെയിം സാധനം, അത് യാദൃശ്ചികമാണ്. അത് സിനിമയുടെ തുടക്കം, അതിലേക്ക് വരുന്നതിന് മുന്നേ നമ്മളൊന്ന് ജാഗ്രത ആക്കാൻ വേണ്ടി ഒരു ഫ്ലൈറ്റ് വരികയാണ് സിനിമയിലേക്ക്. ആ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നത് വല്ലാത്തൊരു ഗംഭീരമായ അനുഭവത്തിലേക്കാണ് എന്നുള്ളതാണ്. ആമുഖം എന്ന് പറയുന്നത്, കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്, സിനിമ നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ടതുപോലെ തന്നെ ഒരാളുടെ, നിവിൻ പോളിയുടെ കഥാപാത്രം താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്തേക്ക് മറ്റൊരു കുടുംബം വരികയാണ്. നമ്മുടെ മമിത ബൈജുവിൻ്റെ കുടുംബം വരികയാണ്. അവർ തമ്മിൽ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയവിനിമയങ്ങൾ, ജീവിതത്തിൻ്റെ കൈമാറ്റങ്ങളൊക്കെയാണ് സിനിമ. പ്രണയമായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഇതാണ് സിനിമ. പക്ഷേ ഈ സിനിമയുടെ മുഖ്യ കഥാബീജത്തിനപ്പുറത്ത് ആ സിനിമ, ഈ പ്രേമത്തിൻ്റെ സിനിമ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും അത് എന്തൊരു സിനിമയാണല്ലേ. അത്രമാത്രം വൈവിധ്യവും ഒക്കെ അതിനകത്ത് പല രീതിയിൽ, തമാശയായാലും വൈകാരികതയായാലും ഓരോ സെക്കൻഡിലും ഉൾപ്പെടുത്തിയിട്ട്, ഒരുപക്ഷെ അങ്ങനെ പല രീതിയിലുള്ള, പല തലത്തിലുള്ള, പല അനുഭവത്തിലേക്ക് നമ്മളെ ഓരോ സെക്കൻഡിൽ, നമുക്ക് ചില സിനിമകളെ പറ്റി പറയും, ഓരോ ഷോട്ടും മാറി മാറി പോകുന്ന അറിയില്ല, അതിനപ്പുറത്ത് അനുഭവങ്ങൾ ഇങ്ങനെ മാറി മാറി പോകുന്ന അനുഭവമാണ് ഈ സിനിമ.
അത്രമാത്രം വൃത്തിയായിട്ട് പിന്നെ ഒരു സെക്കൻഡ് പോലും നമ്മൾ ബോറടിപ്പിക്കാതെ അത് വൈകാരികതയായിക്കോട്ടെ തമാശയാണ് കൂടുതൽ എങ്കിൽ പോലും നർമ്മത്തിൻ്റെ ഒരു ട്രാക്കാണ് പിടിച്ചിട്ടുള്ളതെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ജീവിതം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഫഹദ് ഫാസിലും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കരനും കൊണ്ടു നടക്കുന്ന ഭാവന സ്റ്റുഡിയോ ആണ്. അവർ ഇതിൽ വേറെ നേരിട്ട് ക്രിയേറ്റീവ് പങ്കാളികളായിട്ടില്ല. ഇന്നലത്തെ സിനിമ നമുക്കറിയാലോ, അതിൻ്റെ തിരക്കഥാകൃത്ത് തന്നെ ഇന്നലത്തെ എന്ന് പറഞ്ഞാൽ പിന്നെ ഖലീഫ തിരക്കഥാകൃത്ത് തന്നെയാണ്. അത്രയും വലിയ സിനിമ ഒരുപാട് ചിലവിട്ടാണ് അങ്ങനത്തെ സിനിമയാണ് എടുത്തത്. പക്ഷേ ഇതിൽ ഇവർ പുറത്തുനിന്നുള്ള ആളുകളാണ് വന്നത് എങ്കിൽ പോലും വമ്പൻ നിർമ്മാതാക്കൾക്ക് വൻ ലോട്ടറിയാണ് എന്ന് തന്നെ പറയാം. അത് വെറുതെ ആവില്ല, അവരുടെ കൂടി അധ്വാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം എടുത്ത് അവതരിപ്പിക്കാനുള്ളൊരു കാഴ്ചപ്പാടൊക്കെ വേണമല്ലോ, ഒബ്സർവേഷനൊക്കെ വേണമല്ലോ. അങ്ങനെയാണ് കഥാപശ്ചാത്തലം പറയല്ലോ. പിന്നെ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെ സിനിമയാണ്, മമിത ബൈജുവിൻ്റെ സിനിമയാണ്. ഒരു പക്ഷേ നായികക്കും നായകനും അതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാവുന്ന തരത്തിലുള്ള കാസ്റ്റിംഗ് ആണ് വരുന്നത്. രണ്ട് രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് മമിത ബൈജുവിൻ്റെ ആംഗിളിൽ, പിന്നെ നിവിൻ പോളിയുടെ. രണ്ടുപേരും വലിയ തോതിൽ ലീഡിങ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയ ആളുകളാണ് എന്നുള്ളതാണ്. രണ്ടുപേർക്കും അതിനനുസരിച്ചുള്ള പ്രാധാന്യമുണ്ട്. നിവിൻ പോളി വരുമ്പം തന്നെ, നിവിൻ പോളി നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്ലസൻ്റായ അനുഭവമാണ്, മൂഡാണ്. അദ്ദേഹത്തിൻ്റേതായ ഒരു ട്രാക്ക് ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. പലപ്പോഴും കൈവിട്ടു പോകുന്ന സിനിമകൾ വരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിവിൻ പോളിയുടെ പെർഫെക്റ്റായ ക്യാരക്ടറായിട്ട് വന്നിട്ട് നമ്മളെ ചിരിപ്പിക്കാനും എങ്ങനെയാണെന്ന് വെച്ചാൽ നിവിൻ പോളി എങ്ങനെയാണ് മലയാളി കൊണ്ടുവരുന്നത് അതിലേക്ക് പറ്റിയ ഒരു കൃത്യമായ ഒരു പൊസിഷൻ അദ്ദേഹത്തിന് പല ഘട്ടത്തിലുണ്ടല്ലോ, അതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിനനുസരിച്ച ക്യാരക്ടറായിട്ടുണ്ട്. നമ്മളെ വല്ലാതെ ചിരിക്കുന്നുണ്ട്. പ്രായം കൂടിയ ആളും പ്രായത്തിൽ വ്യത്യാസമുള്ള നായകനും നായികയാണെന്ന് ഉള്ളത് വലിയ ചർച്ചകളിലേക്ക് വന്നതാണ്. അത്തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു കഥ കൂടി പറയുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് മമിത ബൈജു അവരുടെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അവരെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞാണ്. വിശ്വനാഥൻ ആൻഡ് സൺസ്, ജനനായകൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്. ഇപ്പോൾ ഈ സിനിമയും കൈവിട്ട സിനിമയായി മാറുകയാണ്. മമിത ബൈജുവിൻ്റെ ഒരു വലിയ നേട്ടമായി ഈ സിനിമ മാറും എന്ന് ഉറപ്പാണ്. അതാണ്. പിന്നെ മറ്റ് കഥാപാത്രങ്ങൾ സംഗീത് പ്രതാപ്, സുരേഷ് കൃഷ്ണയെല്ലാം ഭയങ്കര രസമാണ്. നമ്മൾ ചിലപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്, രസമുള്ള നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ കാണുന്ന ആളുകളെ പോലെയുള്ള ക്യാരക്ടറാണ്. പിന്നെ ജയശങ്കർ, കുറേ കാലത്തിന് ശേഷം ജയശങ്കർ മമിത ബൈജുവിൻ്റെ ക്യാരക്ടറിൻ്റെ അച്ഛനായിട്ട് വരുന്നുണ്ട്. ശ്യാം മോഹൻ, ഗിരീഷ് ഷെഡി സ്കൂളിലുള്ള ശ്യാം മോഹൻ ഇതിനകത്തുണ്ട്. വ്യത്യസ്തമായ ക്യാരക്ടറാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടറല്ല. ഷമീർ ഖാൻ, പാർവതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറിൻ്റെ പേര് ഗ്ലിക്സൺ. അത് പേര് ഒരു രസമുള്ള, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. നിക്സൺ, ജിക്സൺ എന്നൊക്കെ വേണം കേട്ടിട്ടുണ്ടാവും. ഗ്ലിക്സൺ എന്ന് ഗ്ലൂക്കോസിൻ്റെ ഗ്ലായാണ്. ഗ്ലിക്സൺ എന്ന് പറയുന്ന പേര് ഒരുപാട് ചിരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ മമിത ബൈജുവിൻ്റെ ധാരയിൽ തന്നെ മുഴുവൻ സമയം അതൊരു ആൺ സിനിമയല്ലാത്ത രീതിയിലേക്ക് മാറ്റുന്ന, അത് നായകനോ നായികയോ എന്നുള്ളതിനപ്പുറത്തേക്ക് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ശ്രിൻഡ, മീനാക്ഷി രവീന്ദ്രൻ, ബിന്ദു പണിക്കർ കുറച്ച് നേരം, പിന്നെ ഒരുപാട് അച്ഛൻ, അമ്മമാർ, അങ്ങനെ പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെ സിനിമ വളരെ രസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയതാണ് അനുഭവം. പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യം ഇതിൻ്റെ ജീവിത പശ്ചാത്തലമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മലയാള സിനിമ പലപ്പോഴും ഈ ആധുനികമായ നിലയിൽ വലിയ രീതിയിലുള്ള ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങളുള്ള ഗംഭീരമായ സിനിമകൾ ഉണ്ടാവാറുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നേരിട്ട് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കുന്ന സിനിമകൾ. അതായത് മലയാളി ജീവിതം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ സമ്പൂർണ്ണ നഗര ജീവിതമാണ് കേരളത്തിലേത്. മറ്റൊരർത്ഥത്തിൽ നഗരമായി നിൽക്കുമ്പോൾ തന്നെ ഗ്രാമ്യ ജീവിതം കൂടിയാണ്. ഗ്രാമജീവിതം എന്ന് പറയാവുന്ന രീതിയിലുള്ള ജീവിതം കൂടിയാണ്. അതായത് ഗ്രാമവും നഗരവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പം ഒരു നഗരജീവിതത്തിൻ്റെ ആഗോള കൺസെപ്റ്റിലുള്ള ഒരു ലൈഫല്ല എന്തായാലും. ആ വ്യത്യാസത്തിൽ നിൽക്കുന്ന ഒരു നാടാണ് കേരളം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ നഗരജീവിതത്തിൻ്റേതായ അനുഭവങ്ങളെ മാത്രം അടയാളപ്പെടുത്തപ്പെടുമ്പോൾ, അതായത് ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആളും നഗരത്തിൽ മാത്രമല്ല ഗ്രാമത്തിലും കൂടി ജീവിക്കുന്ന ആളാണെന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അത് പലപ്പോഴും ചില ആവർത്തന സിനിമകൾ നമ്മളതിൽ നിന്നും മറന്നു പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് നയിക്കും. പക്ഷേ ഗിരീഷ് ഷെഡിയുടെ സിനിമകളിൽ അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. അദ്ദേഹം നമ്മുടെ ഒരു രീതിയിൽ ജീവിതത്തിലേക്ക് എല്ലാ തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിനിമകൾ എടുക്കുന്നുണ്ട്. ഇതിൽ ഗ്രാമം അല്ലെങ്കിൽ ഗ്രാമം എന്ന് പറയുന്നത് നമ്മൾ ഈ നൊസ്റ്റാൾജിൻ്റെ കാര്യം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ നാട് എന്ന് പറയുന്നതിൻ്റെ എല്ലാ അടയാളങ്ങളും അത് നഗരമായിക്കോട്ടെ ഗ്രാമമായിക്കോട്ടെ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഇപ്പോൾ നാട്ടും പുറത്ത് വഴികൾ, ഇപ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന കാര്യം ഞാൻ മറ്റ് ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്കൂളിലൊക്കെ പോകുമ്പം ഈ പറങ്കിമാവിൻ കൂട്ടത്തിലൂടെയൊക്കെ നമ്മൾ ഒക്കെ സ്കൂളിൽ പോകും. പാറ വഴിയിലൂടെയൊക്കെ അങ്ങ് വലിയ പാറക്കൂടി അങ്ങ് പറങ്കിമാവിൻ്റെ ഇടയിലൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ സ്കൂളിൽ പോകും. ഇതിൽ അങ്ങനെ മമിത ക്ലാസ് കഴിഞ്ഞ് നടന്നു വരുന്നുണ്ട്. അപ്പം പെട്ടെന്ന് നമ്മൾ മറ്റൊരു അന്തരീക്ഷത്തിൽ അയ്യോ ആരെങ്കിലും ആക്രമിക്കുമോ എന്നൊക്കെ തോന്നും. അങ്ങനൊരു തോന്നലിനോലും പ്രസക്തിയില്ലാത്ത സമയത്ത് നമ്മളങ്ങനെ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ ആ വഴികളൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ജീവിത സാഹചര്യം മാറി,
എല്ലാവർക്കും വണ്ടി സൗകര്യം വന്നു. അപ്പോൾ ആ വഴികളൊക്കെ നാട്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ കാട് പിടിച്ചെടുക്കുകയാണ്. അങ്ങനെയുള്ള, പക്ഷേ അതേസമയം തന്നെ അങ്ങനെയുള്ള വഴികളുള്ള നാടുകളും ഉണ്ട്. അത് പല രീതിയിലാണല്ലോ അങ്ങനെയുള്ള ഇത്. പിന്നെ ബന്ധങ്ങൾ, കുടുംബ കൂട്ടായ്മകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുടുംബശ്രീകൾ വന്നതിന് ശേഷം അതുവരെ അന്യമാവുന്നു എന്ന് നമ്മൾ ആശങ്കപ്പെട്ട പല കാര്യങ്ങളും തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കൂട്ടായ്മകൾ. പിന്നെ അതിൻ്റെ വഴിയിലൂടെ പോയിട്ട് പല ആരാധനാലയങ്ങളും പിന്നെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ യൂണിറ്റുകൾ ഉണ്ടാക്കി. പിന്നെ യാത്രകൾ പോകാൻ തുടങ്ങി. യാത്രകൾ അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും എന്നുള്ള നിലയിലേക്ക് മാറി. അങ്ങനെ പല രീതിയിലുണ്ട്. അതിൻ്റെ പല ആശയങ്ങളൊക്കെ പല രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ ഒരു ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പേരിലുള്ള ഒരു കുടുംബ യൂണിറ്റിനെ കേന്ദ്രീകരിച്ച് ആ ഗ്രാമം അല്ലെങ്കിൽ ആ നാട്ടിൽ എങ്ങനെയാണ് ജീവിതങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണം കൂടിയായി സിനിമ പറഞ്ഞത്. അതിനിടയിലേക്ക് പല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. പഴയ വീടുകൾ, നമ്മളെ പിന്നെ പഴയ ഓർമ്മകൾ ഒക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ ഒരു MP3 കാലം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു 90s 2000-ൻ്റെ ആദ്യത്തെ ദശകം, അങ്ങനെയൊക്കെയുള്ളൊരു കാലത്തിൻ്റെ കൂടി അടയാളം ഈ സിനിമയിലുണ്ട്. ആത്യന്തികമായിട്ട് ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഉഗ്രൻ രസികൻ പടം എന്നുള്ളതാണ്. നന്നായി രസിപ്പിക്കാൻ അവർക്ക് പറ്റി. അത് ജീവിതാനുഭവം, തമാശ ഒക്കെ ചേർത്ത് രസിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. അവസാനമായിട്ട് എനിക്കൊരു വേറൊരു പോയിന്റ് പറയാനുള്ളത്, ഡിസ്കസ് ചെയ്യപ്പെടുന്നത് തന്നെയാണ്. ഇതിൻ്റെ ട്രെയിലറൊക്കെ വന്നപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് സ്പോയിലർ എന്ന് കേൾക്കാത്ത ആൾക്ക് വേണമെങ്കിൽ പറയാം എന്നേ ഉള്ളൂ. അതായത് ഈ സിനിമയിലെ നായകനും നായികയും തമ്മിലുള്ള പ്രായ വ്യത്യാസത്തിൻ്റെ ഒരു സംഘർഷമുണ്ട് എന്നുള്ളത്. ഇത്ര പ്രായ വ്യത്യാസത്തിൽ ഉള്ള പ്രണയബന്ധം, വിവാഹബന്ധമൊക്കെ പാടുണ്ടോ എന്നുള്ളത് പഴയ രീതിയിലുള്ള ചില ചർച്ചകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൂടി പശ്ചാത്തലമാക്കിക്കൊണ്ട് ഈ സിനിമ പല രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പിന്നെ ബാൽക്കണി യൂട്യൂബ് ചാനലിൻ്റെ കുറച്ച് മുന്നേ ഉള്ള, തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ലല്ലോ, ആദ്യഘട്ടത്തിൽ വന്ന ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നല്ല, ഉദ്യാനപാലകൻ എന്ന് പറഞ്ഞ ലോഹിദാസിൻ്റെ ഒരു സിനിമ നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു പ്രധാന കാര്യം ഈ മമ്മൂട്ടിയും കാവേരിയും തമ്മിലുള്ള പ്രണയമാണ് ശരിക്കും. അതിലെ പ്രായ വ്യത്യാസം, അതിൻ്റെ അവസാനം അയാൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന അന്നത്തെ സദാചാര സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം ആ എഴുത്തിലുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാവുന്നതാണ്. അത് ഞാൻ അന്ന് സംസാരിച്ചാണ് ആ വീഡിയോയിൽ. പക്ഷേ ഇന്ന് നമ്മൾ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ മമിത തന്നെ നായികയായ സിനിമയാണ് വിശ്വനാഥൻ ആൻഡ് സൺ സൂര്യ വന്ന. അവിടെയും ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായ നിലയിലേക്ക് മാറുന്നുണ്ട്. പിന്നെ ഓം ശാന്തി ഓശാനയിലെ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചുണ്ട്. അത് ഡയറക്റ്റ് ആ കാര്യമല്ല ചർച്ച ചെയ്യുന്നെങ്കിൽ ഇവിടെ അതേ വിഷയം തന്നെ പുതിയ കാലത്തേക്ക് ഏറ്റവും ഉചിതമായ നിലയിൽ ചർച്ച ചെയ്യപ്പെടാനുള്ളൊരു വഴിയുണ്ട്. അത് ഏത് മട്ടിലാണ്, അതിൻ്റെ ശരിയേത് തെറ്റേത് നിശ്ചയിക്കാൻ നമ്മൾ ആളല്ല. അല്ലെങ്കിൽ അതിൽ എന്താണ് പ്രശ്നമെന്നോ അന്തിമമായൊരു തീർപ്പ് അല്ലെങ്കിൽ അന്തിമമായ തീർപ്പ് പറയാൻ നമ്മൾ ആളല്ല. അതുകൊണ്ട് അത് ഈ പുതിയ കാലത്ത് അതിനെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ആ ഒരു പശ്ചാത്തലം കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ നമുക്ക് മറ്റ് ഒരു വീഡിയോയിൽ സിനിമ റിലീസായി കഴിഞ്ഞാലുള്ള ഇന്ന് കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ്. അത് വിശദമായി ചർച്ച ചെയ്യുമ്പം പല സ്പോയിലേഴ്സും വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. അത് എനിക്ക് രസമുള്ള ചർച്ച ചെയ്യാൻ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള സിനിമകൾ കൂടി അതിനകത്ത് ഉൾപ്പെട്ടുള്ളതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സംഭാഷണത്തിനും താല്പര്യമുണ്ട്. എന്തായാലും ബത്ലഹേം കുടുംബ യൂണിറ്റ് ഈ മലയാളം, ഈ കേരളം ഈ ഓണക്കാലത്ത് ഗംഭീരമായി ആസ്വദിക്കും എന്നുള്ളതിനപ്പുറത്ത് ഒരുപക്ഷെ എല്ലാ കാലത്തും മലയാളിക്ക് ആസ്വദിക്കാവുന്ന തരത്തിലുള്ള ഒരു അനുഭവമായി മാറുന്നുണ്ട്. കണ്ടവർക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു കോപ്പ് ആ സിനിമയിലുണ്ട്. എൻ്റെ അഭിപ്രായം ഇത്രയാണ്. എനിക്ക് തോന്നുന്നില്ല ഭൂരിപക്ഷ ആളുകളും അതിനൊപ്പം തന്നെ ആയിരിക്കും കണ്ടു കഴിഞ്ഞവർ ഇപ്പോൾ തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.